എടാ ഉഷൂ അതൊന്ന് കയറിയിരിക്കാൻ പോയിട്ടൊന്ന് പണിഞ്ഞ് തീരാൻ പോലും പറ്റിയില്ല. അതിന് മുമ്പ് ആ വീടിനെ ഇടിഞ്ഞു വീണത്. എത്ര നാളത്തെ അധ്വാനം, എത്ര നാളത്തെ കഷ്ടപ്പാടൊക്കെ ആയിരിക്കും. ഒറ്റയടിക്കാൻ പോകണം. ഒരു മഴ അല്ലെങ്കിൽ വന്നാൽ തീർന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് തന്നെ അറിയിക്കുക, നമ്മൾ അത് മാറ്റുന്നതായിരിക്കും. സോ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രളയത്തെക്കുറിച്ചാണ്. എനിക്ക് വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ റിയാക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമായ മാത്രം സബ് അടിക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ വീഡിയോയിലേക്ക് കിടക്കാം. സോ നോക്കട്ടെ എന്താണ് അവസ്ഥ എന്ന്. ആകെ വെള്ളം കൊണ്ട് ആകെ ഇതായിട്ടുണ്ട്, വഷളായിരിക്കുന്നു. അപ്പോൾ ഇത് ആദ്യത്തെ വീഡിയോ നമ്മൾ റാന്നിയിലാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എനിക്ക് ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഇപ്പോൾ അത് 2018 അതേ സ്റ്റാർട്ടിങ് പോലെ തന്നെ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്താ പറയുക അല്ലേ, മൊത്തത്തിൽ ആകെ വെള്ളത്തിലായിരിക്കുന്നു മുഴുവൻ. അപ്പോൾ ആദ്യ വീഡിയോ അതായിരുന്നു. മൊത്തത്തിൽ വെള്ളത്തിലായിട്ടുണ്ട്. എന്താ പറയുക, നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. ശരി പൊന്നു, ഒരു വീടും അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ഒക്കെ ഒരു പകുതി മുക്കാ ഭാഗം നമ്മൾ വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ള വീഡിയോ കാണുന്നത്. അത് ഈ വഞ്ചിയിലായിട്ട് പോകുന്ന ആൾക്കാർ, വഞ്ചി പോയിരുന്ന ആൾക്കാർ നോക്കുന്നത്. എൻ്റെ പൊന്നോ എന്തത്, ഈ കറണ്ടും കമ്പിയൊക്കെ എടുക്കുന്നുണ്ടല്ലോ സ്ഥലത്ത്. മൊത്തത്തിൽ മുങ്ങിയിട്ടുണ്ട് എല്ലാ ഭാഗവും. ഒരു നില മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ. മൊത്തത്തിൽ മുങ്ങിയിട്ട് അത് ഈ വഞ്ചി പോകുന്ന ആൾക്കാരാണ് ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത്. അത് ആരെങ്കിലും രക്ഷിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. സോ ഒന്നും പറയാല്ല അതിനെ പറ്റി നമുക്ക്. എൻ്റെ പൊന്നോ, ഇത് ചെറായിലാട്ടോ നടക്കുന്നത്. ചെറായിലാണ് നടക്കുന്നത്. കടൽ വഷളാക്കിയ വീഡിയോ ആണിത്. അത്യാവശ്യം രീതിക്ക് കടൽ കയറി മേഞ്ഞിട്ടുണ്ട്. ആ കണ്ടാൽ തന്നെ അറിയാം. റോഡൊക്കെ കണ്ടില്ല, ഒരു കോലായിരിക്കണം. എന്താ പറയുക, എന്താ അടി അടിക്കുന്നത്. അത് അടിയിൽ തന്നെ പകുതി മുക്കാ വീട് പോവാം. അമ്മ അതിൽ അടി അടിക്കുന്നത്. പത്തനംതിട്ടയിലാണ്. എൻ്റെ പൊന്നോ, വണ്ടി എന്താ പറയുക, വണ്ടി മുങ്ങി വെള്ളത്തിൽ. അത് എനിക്ക് തോന്നുന്നു വണ്ടി എടുക്കാൻ നോക്കിയതാണ്. മിക്കത് തന്നെ ആയിരിക്കും. വണ്ടി എടുക്കാൻ നോക്കിയിട്ട് വെള്ളത്തിൽ മുങ്ങിപ്പോയാന്ന് തോന്നുന്നു. അത് നാട്ടുകാരൊക്കെ കൂടി വലിച്ച് കയറ്റുന്നുണ്ട്. എന്തായാലും നാട്ടുകാരെ കയ്യിൽ നിൽക്കുന്നുണ്ടല്ലോ, അതിന് സമാധാനമാണ്. മഴക്കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചാണെന്നുള്ളത്. വണ്ടി കയറ്റി തോന്നുന്നു കേട്ടോ, കയറി വണ്ടി കയറി. അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടാവും കേട്ടോ ഇടയിൽ. ഇതെന്തോ അത്, പുഴയിലേക്ക് വെള്ളച്ചാട്ടം. ഇത് എനിക്ക് തോന്നുന്നു നമ്മളെ കേരളത്തിലല്ല ഈ സംഭവം നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ആസാമിൽ അവിടെ നടന്നിരുന്നല്ലോ, എനിക്ക് തോന്നുന്നു. അതല്ലെങ്കിൽ സാധാരണ നോർമലാണെന്ന് തോന്നുന്നുണ്ട്. ഇതാണ് മുതുകിഴപ്പെന്ന് പറയാം. സോ മരിക്കാൻ വേണ്ടി മെനക്കെടുക്കണ കുറച്ചെണ്ണം. സ്ഥിരം ചിലപ്പോൾ നല്ല പരിചയമുള്ളവരൊക്കെ ആയിരിക്കും. എന്ന് വെച്ചിട്ട് ഏത് സമയത്തേക്കും കഷ്ടകാലം വരുന്നത് നമ്മുടെ. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അത് ഈ ഭായിമാരെ പ്രശ്നമാണ്, ബാക്കിയുള്ളവരല്ല, ദൈവന്മാരെ. ഇന്നത്തെ വീഡിയോ നമ്മുടെ തൃശ്ശൂരാട്ടോ, എൻ്റെ സ്ഥലം തന്നെ. അവിടെ നിന്ന് ഗുരുവായൂരാണ്. ഗുരുവായൂരൊന്നും ഞാൻ മുങ്ങി കണ്ടിട്ടില്ല. മൊത്തത്തിൽ മുങ്ങിക്കുന്നു. മറ്റന്നാൾ അത്യാവശ്യം മുങ്ങിയിട്ടുണ്ട്. എന്താ പറയാല്ലേ, ആൾക്കാരൊക്കെ കഷ്ടപ്പെട്ടുണ്ട് അതിൽ. ഇത് ഒരുപാട് വീടും കടകളൊക്കെ മുങ്ങി. കടമൊക്കെ ഇഷ്ടം പോലെ അവിടെ, അതൊക്കെ മുങ്ങിപ്പോയിട്ടുണ്ട്. കുറേ കഷ്ടപ്പാടാണ്. അടുത്ത് നോക്കാം. അതിനിടയ്ക്ക് ഒരു ചങ്ങായി എന്താ പറയുക, ഈ സ്കൂട്ടറൊന്നും പോകാൻ പറ്റില്ലല്ലോ. ഈ വെള്ളം കുടിക്കാൻ വണ്ടി ഓഫായി കഴിഞ്ഞാൽ രക്ഷയില്ലല്ലോ. വണ്ടി ഉള്ളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ രക്ഷയില്ലല്ലോ. അതിനിടയ്ക്ക് ഇത് ഇലക്ട്രിക് സ്കൂട്ടറിടാ വെള്ളത്തിലൂടെയും പോകുന്ന പറഞ്ഞിട്ട് മാസം കാണിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ പോകും. ഇപ്പോൾ അവിടെ നിന്ന് പറ്റി റോഡ് വെച്ച് നിൽക്കുമ്പോൾ ബാറ്ററി കഴിയുമ്പോൾ അതിൻ്റെ കട്ടപ്പുകയായിരിക്കും, കട്ടപ്പുറത്തിരിക്കും വണ്ടി. അതാണ് നമ്മുടെ ബാറ്ററിൻ്റെ പ്രത്യേകത. സോ ഇപ്പോഴൊക്കെ മാസ് കാണിക്കും. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ബാറ്ററി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാറ്ററി അടിച്ച് പോയി അവിടെ എടുക്കും. അതങ്ങനെ. ഇത് വാഗമൺ. ഞാൻ പോയ ഭാഗമാണ് തോന്നുന്നത് വാഗമൺ. ഒരു മണ്ണൊക്കെ ഇടിഞ്ഞ് വീണുണ്ട്, ഒരു കോലായിട്ടുണ്ട്. എന്താ പറയുക, വാഗമണൊക്കെ ഒരു ഇതായിട്ടോ. അതൊക്കെ ചെറിയ വീഡിയോസാട്ടോ, ചെറിയ വീഡിയോസ് മാത്രമേ ഉള്ളൂ. പിന്നെ വരാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുത്തിക്കിഴപ്പൻ്റെ വീഡിയോ ആണ്. എന്നുവെച്ചാൽ എന്തപ്പാ ഞാൻ പറഞ്ഞാൽ കൂടിപ്പോതാ. ഇതേ നോക്കാം, കണ്ടോ, നയിലെടുത്ത് ചാടാനില്ലേ തനിക്ക്?
എന്താ ഒഴുക്കുന്നൊക്കെ ആ ഒഴുക്കിൻ്റെ ഇടയിൽ ഇമാതിരി കിഴപ്പ് കാണിക്കുന്ന ആൾക്കാർ. അത് മലയാളി എന്നല്ല, അത് വേറെ ഏതോ ഇന്ത്യക്കാരനാന്ന് തോന്നുന്നുണ്ട്. ഇത് ഇവിടുത്തെ വേറെ എടുത്ത് വേണം. രണ്ടേ കിട്ടിയപ്പോൾ ഞാൻ നോക്കിയെന്നുള്ളൂ. ആ പാറൊക്കെ വരുന്നുണ്ടാ, എന്താ പറയാ, അത് വിട്, അടുത്ത് നോക്കാം. ഇത് മലപ്പുറത്താട്ടോ, മലപ്പുറത്താണ് ഞാൻ ഇത് കണ്ടത്. ഒരു 1.5 വീഡിയോ. തല നാഴികൾക്ക് ആൾക്കാർ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പണി പറയുന്നത്. അത് മൊബൈലൊക്കെ തെറിച്ചു പോയി തോന്നുന്നുണ്ട്. അവൻ ഓടിപ്പോയി മൊബൈലൊക്കെ ഇട്ടിട്ട് അവിടെ പോയി. അങ്ങനെ വീഡിയോ എൻ്റെ ആവുന്നത്. ഇതൊക്കെ ചെറിയ കുറച്ച് വീഡിയോസ് ഉള്ളൂ കേട്ടോ. അതിന് പിന്നെ പ്രശ്നമൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് വീഡിയോസ് ചെയ്ത് പോകാൻ വെച്ചിട്ടോ. എൻ്റെ പൊന്നു ഒഴുക്കിൻ്റെ പൂരാലോ, ഈ ഒഴുക്കിലൊക്കെ പെട്ടാണ്ടല്ലോ, എന്താ പറയാ. നമുക്ക് പറ്റിയിരിക്കും, പക്ഷേ ഇത് എവിടുന്നാ വരുന്നത്? ആ വീട്ടിൽ മേലൊക്കെ ആൾക്കാരുണ്ട്, ഇവിടുന്നൊക്കെ വരുന്നത്. പിന്നത്തെ വീഡിയോ വെള്ളപ്പൊക്കം വന്നിട്ട് അത്യാവശ്യം കുറഞ്ഞതിന് ശേഷമുള്ള കേട്ടോ. കോഴിയൊക്കെ എടുക്കുന്നുണ്ട്, അടുപ്പ് ഒക്കെ ആകെ ചെളി. ഇതാണ് വെള്ളപ്പൊക്കത്തിന് ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ. വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ നിറച്ച് ചെളിയായിരിക്കും. പിന്നെ അതൊക്കെ ക്ലീൻ ആക്കണമെന്നാണ് വലിയ പാട്. ഇത് കുറേ ആൾക്കാരൊക്കെ വന്ന് ക്ലീൻ ആക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ജോലിയൊക്കെ ചെയ്ത് ക്ലീനാക്കി വെക്കുന്നുണ്ട്. പക്ഷേ ഇതെന്താ പ്രശ്നം, മഴ കഴിയാണ്ട് ക്ലീനാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അത് വീണ്ടും മഴ പെയ്താൽ പിന്നെ വീണ്ടും ചെളിയാണ്. അപ്പോൾ ഈ കഷ്ടപ്പെട്ടതൊക്കെ എന്താ വീണ്ടും വെറുതാവും. എന്തായാലും അടിപൊളിയായി ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ക്ലീൻ ആക്കുന്നുണ്ട്. ഇതൊക്കെ പോയി, ഓരോ സാധനങ്ങളൊക്കെ നശിച്ചു പോയി. നെക്സ്റ്റ് വീഡിയോ എൻ്റെ പൊന്നു, നേരത്തെ നമ്മൾ കണ്ടത് ഫസ്റ്റ് നില കേട്ടോ. അത് ഫുൾ കവർ ചെയ്തു. ഒരു വണ്ടി എടുക്കുന്ന മൂലയ്ക്ക് ഒരു ആർപ്പായുണ്ട്, ഒരു വീടിൻ്റെ ഒരു നില മൊത്തം കവർ ചെയ്തു. പിന്നെ ചെളി ഈ നിൽക്കുന്ന ഇവിടെ വീടിൻ്റെ മേലാണോ? ചില വീടൊക്കെ മൊത്തത്തിൽ മുങ്ങിപ്പോയിട്ടാ. എത്ര പേരുടെ ഒരു ഇതാലോ അല്ലേ. ഇത് മാരുതി സുസുക്കിയിലാണ് പുതിയ ബ്രീസ എല്ലാം കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. അല്ലേ, നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് തോന്നുന്നു ഒരു മലഭാഗത്തുള്ളൊരു വീടാന്ന് തോന്നുന്നു. കാരണം നല്ല അത്യാവശ്യം രീതിക്ക് ചെളിയൊക്കെ വന്ന് ഉള്ളിലേക്ക് അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഒന്ന് ക്ലീനാക്കി എടുക്കാനാ പടച്ച തമ്പുരാനെ. നോക്കി ചെളി എന്തത്, എൻ്റെ പൊന്നോ. ഈ ഗതിയൊക്കെ വന്നോമാരുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. കാരണം അയ്യോ ചെളിയൊക്കെ അടിഞ്ഞ് കയറി നിൽക്കുക. ഇതെന്താ മലയുടെ മേലെ അടിയിലാണ് വീട്. ഡോറിനുള്ളിൽ കടന്നു നിൽക്കുമോ ചെളിയൊക്കെ. ഇതൊക്കെ ഒത്തിരി അലമ്പാടോ, ഇതൊക്കെ വല്ലാത്തൊരവസ്ഥ കേട്ടോ. അപ്പോൾ വീട് പണി കഴിഞ്ഞിട്ടില്ലാവുന്നുണ്ട് കേട്ടോ. വീട് പണി കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഇഷ്ടമോ. എത്ര നാളത്തെ അധ്വാനമായിരിക്കുമല്ലോ അത് ഇതായിപ്പോയത്, ചെളി കൊണ്ട് ഇതായിപ്പോയത്. ഓരോരുത്തരുടെ അവസ്ഥ കേട്ടോ അതൊക്കെ. നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. അതായത് ചിരിച്ച് ഉല്ലാസിച്ചിട്ട് പോണ്. സ്വന്തം വീട്ടിലാണ് മജ്ജയായിട്ട് സംഭവം അല്ലാത്തൊരവസ്ഥ ഉണ്ട്. പക്ഷെ അതിനിടെ തമാശ കാണിക്കാൻ നിൽക്കുമ്പോൾ ഇവരൊക്കെ ആൾക്ക് ഹാപ്പിയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. വീടിനുള്ളിൽ വെള്ളം കയറി ഹാപ്പിയാന്ന് തോന്നുന്നുണ്ട്. ഭയങ്കര സെൽഫി എടുക്കല്ല. എന്നാലും എൻജോയ് ചെയ്യണ, എൻജോയ് ചെയ്യ്. വീടിനുള്ളിൽ വെള്ളം കയറിയാൽ എൻജോയ് ചെയ്യും. ബാക്കിയുള്ളിൽ കിടന്ന് കരയുക. അതേതാ നമ്മൾ നേരത്തെ കണ്ടതാ? അല്ലല്ലേ, അരന്മല അല്ലേ? അതന്നെ. അവിടെ വഞ്ചായിട്ട് പോവുക, വീടിൻ്റെ പകുതി മുങ്ങി കിടക്കുക. ഇതാകുമ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു വീഡിയോ തന്നെ. സോ മുക്കാഭാഗം മുങ്ങി. ഗേറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ വീടിൻ്റെ മറ്റേ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇത് നമ്മളെ മതിൽ കണ്ടാലും മനസ്സിലാവും. വീടിൻ്റെ മേലെ ഉണ്ടെങ്കിൽ ഓക്കെ, ചെറിയ വീടാണെങ്കിൽ പോയി. അതിൻ്റെ അപ്പുറം നമുക്കിത് കാണാൻ പറ്റത്തില്ല. അവസ്ഥയാണ്. 2 ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയിൽ കരുവാരക്കുണ്ട് എന്നൊരു വീട് തകർന്നു. എടാ ഉഷു, എന്താ അവസ്ഥ ആയിരിക്കും അല്ലേ. ആ വീട് പണി കഴിഞ്ഞിട്ടില്ല. എത്ര നാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയിരിക്കുക പൈസ. ഒരു വീടുണ്ടാക്കാൻ പറഞ്ഞാൽ അറിയാലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഉണ്ടാക്കിയിട്ട് അതൊന്ന് കയറിയിരിക്കാൻ പോയിട്ടൊന്ന് പണിഞ്ഞ് തീരാൻ പോലും പറ്റിയില്ല. അതിന് മുമ്പ് ആ വീടിനെ ഇടിഞ്ഞു വീണത്. എത്ര നാളത്തെ അധ്വാനം, എത്ര നാളത്തെ കഷ്ടപ്പാടൊക്കെ ആയിരിക്കും. ഒറ്റയടിക്കാൻ പോകണം. ഒരു മഴ അല്ലെങ്കിൽ വന്നാൽ തീർന്നു. പാവങ്ങൾ. ഇതേതാ അടുത്ത വീഡിയോ? ഇതെവിടാ? വാഗമണ്. വാഗമൺ റൂട്ട്. ഇടിഞ്ഞ് പൊളിഞ്ഞ് തകഴ് പൊളിയായിട്ട് ഉള്ളിൽ പോയിട്ടുണ്ട്, താഴെ പോയിട്ടുണ്ട്. ഒന്നും പറയല്ല. കാരണം മേലെ നിന്നൊരു 1.5 ഉരുൾപൊട്ടലൂടെ താഴെ എല്ലാം അടിക്ക് പോയിട്ടുണ്ട്. ഒരു കോലായിട്ടുണ്ട്. ഭാഗ്യമുണ്ട് ആ സമയത്തൊന്നും ആരും പോകാത്ത ഭാഗ്യം കേട്ടോ. പോയിട്ടുണ്ടെങ്കിൽ കട്ടപ്പോക്കാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പാമ്പിൻ്റെ കാര്യം. നമ്മൾ നോക്കി റോട്ടിലൂടെ ഒക്കെ പാമ്പ് പോകുന്നത്, അതിൻ്റെ പുറകെ ഇവനും പോകണ്ടല്ലോ ക്യാമറ പിടിച്ചിട്ട്. എന്തായാലും കുഴപ്പമില്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പാമ്പ് ഇഷ്ടം പോലെ ഉണ്ടാവും. കാരണം അതങ്ങനെയാണ്. കാരണം ഞങ്ങളുടെ പാമ്പ് വരാറൊന്നുമില്ല. ഇവിടെ പാമ്പ് വന്ന് പോകുന്നുണ്ട്. എന്തോ അത്. പക്ഷെ എൻ്റെ പൊന്നെന്ത് സൈസ് പാമ്പല്ലേ.
കുത്തിക്കഴിഞ്ഞാൽ തീർന്നു മച്ചാനേ. നെക്സ്റ്റ് ഇത് നമ്മുടെ സ്വന്തം സ്ഥലം കേട്ടോ, വാടനപ്പള്ളി ബീച്ച്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയാണ് വാടനപ്പള്ളി ബീച്ച് കാണുമ്പോൾ. പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുമ്പോൾ അതൊരു ശോക അവസ്ഥയാണ്. കാരണം കടൽ അത്യാവശ്യം കയറി മാതി പൊളിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇഷ്ടംപോലെ വീട് കൊണ്ടുപോയിട്ടുണ്ട് എന്നുവെച്ചാൽ അവിടെയുള്ള പഴയ വീടുകൾ കേട്ടോ. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. കാരണം നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുമ്പോൾ ഭയങ്കര സംഭവമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ ഒരു അതർ സൈഡ് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ. എന്താ പറയുക, നമ്മളാടുണ്ടോ നമ്മളാലാണ്. അടുത്ത വീഡിയോ സോളാറല്ലേ എടുക്കുന്നേ? ഓ, ഇതൊരു പൊട്ടിയതാണെന്ന് തോന്നുന്നു. ബൈക്കല്ലേ എടുക്കുന്നേ? എൻ്റെ പൊന്നോ ഗൈസ്, വീടിൻ്റെ അവിടേക്കൊക്കെ മണ്ണ് കയറി നശിപ്പിച്ചു. സോളാറൊക്കെ ഇതെന്താ ഉരുൾപൊട്ടിയാന്ന് തോന്നുന്നില്ലേ? ബൈക്കും കല്ലും ഒക്കെ മൂലൊക്കെ എടുക്കുക. ഉരുൾപൊട്ടി വന്നു, പമ്പൊക്കെ അലമ്പായി. എന്തോ പാലം, മന്തിക്കടൊക്കെ ചെളി കയറി. സ്റ്റുഡിയോ, ഓ എത്ര സ്വപ്നങ്ങളെ തകട് കൂടിയെന്ന് നോക്കി. കുറേ ഷോപ്പ് പോയിട്ടുണ്ട്. പിന്നെ ഇഷ്ടം പോലെ കുറേ വീട് നഷ്ടം ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ വീട് പോയിട്ടുണ്ട്, കുറേ ഷോപ്പ് പോയിട്ടുണ്ട്. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടും സ്വപ്നങ്ങളും ഒറ്റയടിക്കില്ലാണ്ട് ഇതൊരു മഴ കൂടിയിട്ട്. നമ്മുടെ വീഡിയോ ഇതെന്താ ബാത്റൂമോ കിണറാന്നുകൊണ്ട്? എൻ്റെ പൊന്നോ, എന്തോ അത്. ആ കിണർ ഇടിഞ്ഞു വീണാണ്. അത് അടിഞ്ഞടിക്ക് പോയോ? അതിനൊപ്പം തന്നെ ബാത്റൂമും തകിട് പൊടി. പക്ഷെ എന്താ ഭാഗ്യം വെച്ചാൽ പുള്ളി ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതാണ് പടച്ചവൻ്റെ കൃപ. എന്തായാലും ഇവർക്കൊന്നും പറ്റിയില്ലല്ലോ, അത് നമുക്ക് സന്തോഷിക്കാം. അത് പോയെങ്കിലും ഇത് പ്രത്യേകതര ആൾക്കാരാണ്. ഇത് ഞാൻ കോട്ടയംകാരെ പറയുമല്ല, അത് വേറെ കാര്യം, നമുക്ക് കുറ്റം പറയണമല്ല. പക്ഷേ ഒരുപാട് ആൾക്കാർ ഈ പ്രളയം വന്നു കൂടിയിട്ട്, ഈ ഒരു വീണ്ടും വരവ് വന്നു കൂടിയിട്ട് കുറേ കുളിക്കാൻ പോവുക, അതിനുള്ളിൽ രസിക്കുക, കളിക്കുക. ഇത് ഒരുപാട് പേർക്ക് ഒരു തമാശയായിരിക്കും. പക്ഷേ അതൊരുപാട് പേരെ കഷ്ടപ്പാടിലേക്ക് പോകുന്നുണ്ട്. അത് വേറെ കാര്യം. നമുക്കൊരു തമാശ, കാരണം നമുക്ക് അത്രയും കിട്ടിയിട്ടില്ല. ഇവിടെ നിന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവർക്ക് കിട്ടാത്തവർക്ക് ഇത് വലിയൊരു തമാശ പോലെ ആയിരിക്കും. പക്ഷേ അങ്ങനെയല്ല കാണേണ്ടത്. നീന്തി കുളിക്കുക, ചാടി കുളിക്കുക, സന്തോഷിക്കുക. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. സോ എനിക്ക് റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്ത് തന്നെ പരിചയമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഫസ്റ്റ് ഒരു ട്രൈ ആണ്. നമ്മളിത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും. ഇനി ഇങ്ങനത്തെ റിയാക്ഷൻ വീഡിയോസ് അല്ല. ഇതിപ്പോൾ നമ്മൾ പ്രളയം നടന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തെന്നുള്ളൂ. ഇതിനു വേണ്ടി ചെയ്തതാണ്, ഒരു പ്രാക്ടീസ് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. കുഴപ്പമൊന്നുമില്ലാതെ എനിക്ക് തോന്നുന്നു. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ ഇതാണിപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. എപ്പോഴും മഴ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് പോട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മഴ ഇപ്പം അധികം പെയ്യുന്നില്ല നമ്മളോടെ, ബാക്കിയോട് എനിക്കറിയില്ല. പക്ഷേ കുറേ കാലത്ത് നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മഴ വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട്. സന്തോഷം, അങ്ങനെ ആയിപ്പോട്ടെ. വീണ്ടും തിരിച്ചു വരട്ടെ. എല്ലാവരും സന്തോഷത്തിലാവട്ടെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, സ്റ്റേ സേഫ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ മോശമായിട്ട് തോന്നും. പക്ഷേ നമുക്ക് എന്താ പറയുക, വേറെ സാഹചര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് മാറ്റാനുള്ള സെറ്റപ്പൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വീടിൻ്റെ മേലെ നിന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ബാഡായിട്ടൊന്നും ചിന്തിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലത് തരട്ടെ. ബൈ. ഒരു വീഡിയോ ഉണ്ട്. ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോവും.